അപ്പോ ശ്യാം പുഷ്കരൻ എഴുതി ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത റൈഫിൾ ക്ലബ്ബ് എന്ന മൂവിയുടെ റിവ്യൂ ആണ്. അതിഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ്, ഒറ്റ വാക്കി പറഞ്ഞ അതിഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ്. ഈ സിനിമ ഈ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തുടക്കം മുതൽ ഒടുക്കം വരെ ആ ഒരു വൈബിലാണ് സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് സിനിമ ആക്ഷൻ ജനർ ഇഷ്ടപ്പെടുന്നവർക്ക്, ഈ ആക്ഷൻ ജോണർ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കംപ്ലീറ്റ് ഫീസ്റ്റ് ആണ് ഈ സിനിമ. എടുത്തു പറയേണ്ടത് അത് തന്നെയാണ് മേക്കിംഗ്. കാരണം സ്റ്റോറി എന്ന് പറയുന്നത് ഒരു വൺ ലൈൻ സ്റ്റോറി ആയിട്ട് വേണം പറയാം. മംഗലാപുരത്ത് നടക്കുന്ന ഒരു ഇൻസിഡന്റും അതിനെ തുടർന്നുണ്ടാവുന്ന ഒരു വെഞ്ചിയൻസുമാണ് സിനിമ. ബാക്കി ഭാഗം വയനാട്ടിലുള്ള ഒരു ഹിൽ സ്റ്റേഷനിലുള്ള ഒരു ആന്റിക് ഒരു ഹൗസിലും സെറ്റ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. ഒന്നും പറയാനില്ല. സിനിമ തിയേറ്ററിനകത്ത് നമ്മൾ സിനിമ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് അറിഞ്ഞ് എടുത്തിട്ടുള്ള ഒരു സിനിമയാണ് ഈ സിനിമ. അതിന് കൂടെ അതിന് ഗംഭീരമായ വിഷ്വൽ ട്രീറ്റിന് ഗംഭീര സപ്പോർട്ട് നൽകിയിട്ട് റെക്സ് വിജയന്റെ മ്യൂസിക്കും അതുപോലെ തന്നെ കിടിലമായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. പിന്നെ കഥാപാത്രങ്ങളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ആ ബിഗ് കാസ്റ്റ് ആണ്. വിജയരാഘവനൊക്കെ എന്താണ് ഈ പ്രായത്തിലും പുള്ളി ജസ്റ്റ് ഇരുന്നു കൊണ്ടുള്ള സ്വാഗാണ് ഈ സിനിമയില്. അതുപോലെ വാണി വിശ്വനാഥ്, ഇതിനടുത്ത് വേറൊരു സിനിമയിൽ വാണി വിശ്വനാഥിന്റെ ഒരു കംബാക്ക് എന്ന് പറഞ്ഞുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ല, ഇങ്ങനത്തെ മൂവിയാണ് വാണി വിശ്വനാഥിന് കൊടുക്കേണ്ടത്. കാരണം ആ ആക്ഷൻ, ഒരു കാലത്തെ ആക്ഷൻ റാണി എന്നുള്ള ആ ഒരു സംഭവം, ആ ഇമേജ് ഒട്ടും ചോരാതെയുള്ള ഒരു ഗെറ്റപ്പും അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഇതിനകത്ത് വാണി വിശ്വനാഥ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പടത്തില് ദിലീഷ് പോത്തന്റെ ഒരു സ്ക്രീൻ പ്രസൻസ് ഒരു രക്ഷയില്ല. കാരണം ഒരു ഹീറോക്ക് എല്ലാവരും ഈ കഥയിൽ എല്ലാവരും ഹീറോകളാണെങ്കിലും ആ ഹീറോ സെൻട്രിക് കഥാപാത്രം ദിലീഷ് പോത്തന്റെ തന്നെയാണ്. ആ പടത്തെ അങ്ങ് കൊണ്ടുപോയി എന്ന് നിസ്സംശയം പറയാം. ഗംഭീരമായ പെർഫോമൻസ്, ഡയലോഗ് ഡെലിവറി. ഈ ശ്യാം പുഷ്കറിന്റെ സിനിമകൾക്കുള്ള പ്രത്യേകത ഇതാണ്. ആ ഒരു എന്ത് കഥ പറയുമ്പോഴും അവരുടെ ഇടയിലുള്ള ആ ബോണ്ടിങ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ, നമുക്ക് ആ ഇമോഷണൽ കണക്ഷൻ കിട്ടുന്നതിൽ അദ്ദേഹത്തിന്റെ എഴുത്ത് എപ്പോഴും വിജയിക്കാറുണ്ട്. ഇതിലും അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഗംഭീര കമ്പാക്കാണ്. ആഷിഖ് കപൂർ ഇങ്ങനെ ഒരു ഓൾ ആൻഡ് ഓൾ ഔട്ട് ആക്ഷൻ മൂവി ചെയ്യുമെന്ന് തീരെ പ്രതീക്ഷിച്ചല്ല. പ്രൊമോഷൻ വർക്കും അതുപോലെ തന്നെ വളരെ ലോ ഹൈപ്പ് ആയിട്ട് അവർ ഇറക്കിയത്. കാരണം അവർക്ക് വേണ്ടി ആ സിനിമ സംസാരിച്ചു എന്ന് വേണം കരുതാൻ. ഇതിന്റെ ഹാറ്റ്സ് ഓഫ് ടു ഓൾ ക്രൂ, കാസ്റ്റ്, എവരി വൺ ബിഹൈൻഡ് ദിസ് മൂവി. ഓഡിയൻസിന് തിയേറ്ററിൽ ഒരു സെക്കൻഡ് പോലും ഈ സിനിമ കണ്ടിട്ട് നിരാശപ്പെടാത്ത രീതിയിലുള്ള സീനുകളാണ് അവരെ നമ്മൾ സമ്മാനിച്ചത്. പിന്നെ ഈ സിനിമയിൽ നെഗറ്റീവ് വരാൻ ആകെയുള്ള ചാൻസ് വന്ന ഇതൊരു വയലന്റ് മൂവിയാണ്, വയലൻസിന്റെ അതിപ്രസരം. പക്ഷെ വയലന്റ് മൂവിയിൽ അത് കാണിക്കാതെ തരമില്ല. പിന്നെ ചില പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് ചോദ്യം ചെയ്യപ്പെടുന്ന മൂവീസ്. പക്ഷെ നമ്മൾ ഇതൊരു സിനിമയായിട്ട് കാണുക, നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ ഇരുന്ന് നമ്മൾ സംസാരിക്കുമ്പോഴുള്ള ചില അഡൾട്ട് ജോക്കുകൾ, അതുപോലുള്ള സംഭവങ്ങൾ ഇതിനകത്ത് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഫാമിലിയുടെ ഒരു ആ രീതി കാണിക്കാൻ വേണ്ടിയാണ്. ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിലുള്ള ഒരു നർമ്മ സംഭാഷണം എന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭാഷണങ്ങൾ ഈ സിനിമയിലുണ്ട്, ജോക്കുകൾ ഈ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ സുരേഷ് കൃഷ്ണയുടെ, ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കത്തിക്കുന്ന സുരേഷ് കൃഷ്ണയുടെ ആ ഇമേജ് ഗംഭീരമായിട്ട് ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. വേറൊരാൾ ഇതിനകത്ത് വന്ന് പെർഫോം ചെയ്തത് ഹനുമാൻ കൈൻഡ്. അത് സൂരജ് കൊണ്ടോട്ടി ആ സിനിമയിൽ ആ ഒരു സോങ്ങിലൂടെ ലോകം മൊത്തം പ്രശസ്തി നേടിയിട്ട് അദ്ദേഹത്തെ വെറുതെ നമ്മൾ ഈ സിനിമയിലെ ഒരു പുള്ളിയുടെ പ്രസൻസ് കാണിച്ചിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്ക് പരിപാടി ഒന്നുമല്ല. ആ കഥാപാത്രത്തിന് ആപ്റ്റ് ആയിരുന്നു. ആ ഒരു പയ്യൻ, ആ ഒരു സ്വാഗ്, ആ ഡോൺ കെയർ ആറ്റിറ്റ്യൂഡ്, അദ്ദേഹവും ഈ അനുരാഗ് കശ്യപും തമ്മിലുള്ള ഒരു ഫോണിലൂടെയുള്ള ഒരു ഇംഗ്ലീഷ് എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ട്. ഗംഭീര സ്ക്രീൻ പ്രസൻസ് ആണ്. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് അനുരാഗ് കശ്യപ്. ഇങ്ങനെ ഒരു എതിരാളി ഉണ്ടെങ്കിൽ ആ സിനിമ എന്തായാലും ആ ഉയരങ്ങളിലേക്ക് പോകും. ഹീറോ ആ ഉയരത്തിലേക്ക് വരും. കാരണം റീസെന്റ് നമ്മൾ മഹാരാജ കണ്ടു. അതിഗംഭീര പെർഫോമൻസ്, ഗംഭീര കാസ്റ്റിംഗ് ആണ് അനുരാഗ് കശ്യപിന്റേത്. പിന്നെ സിനിമയുടെ കഥയോ അതിന്റെ എന്താ പറയാ സൊസൈറ്റി കേൾക്കുന്ന മെസ്സേജോ അങ്ങനത്തെ യാതൊരു പരിപാടിയില്ല. ഈ ഒരു ആ സിറ്റുവേഷൻ ഒരു ഫാമിലി എങ്ങനെ അതിനെ ഓവർകം ചെയ്യുന്നു, കഥാപാത്രങ്ങളുടെ പെർഫോമൻസ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കൂടെ ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഇനിയിപ്പോ മാർക്കോ വരാനിരിക്കുന്നു, ബാറോസ് വരാനിരിക്കുന്നു, ED വരാനിരിക്കുന്നു. പക്ഷെ റൈഫിൾ ക്ലബ്ബ്, വിജയരാഘവൻ ഫാമിലി ആദ്യമേ അങ്ങ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. സുൽത്താൻ ബത്തേരി എന്നാണ് അവരെ കുറിച്ച് പറഞ്ഞത്. അതായത് സുൽത്താൻസ് ബാറ്ററി, ആ ബാറ്ററിയുടെ ചാർജ് എത്രത്തോളം ഉണ്ടെന്ന് ഈ സിനിമ കണ്ടു തന്നെ അറിയണം. ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. പിന്നെ അതിഗംഭീരമായി ഇംപ്രസീവ് ആയുള്ള റൺ ടൈം ആണ്. 2 മണിക്കൂർ താഴെ പറയേണ്ട കഥ ക്രിസ്പായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പരിപാടി അങ്ങ് തീർത്തിട്ടുണ്ട്. പിന്നെ മേക്കപ്പ്, ആർട്ട്, കാരണം 90s കുറച്ചൊരു വിന്റേജ് കാലഘട്ടമാണ് സിനിമ സംസാരിക്കുന്ന കാലഘട്ടം. അപ്പോ അതൊക്കെ കീപ്പ് ചെയ്യുന്നതിൽ ആ ഒരു സൈഡും ടെക്നിക്കലി പെർഫെക്റ്റ്,
കാസ്റ്റ് വൈസ് പെർഫെക്റ്റ് സിനിമാറ്റിക് അനുഭവം എന്നുള്ള രീതിയിൽ ഇത് അനുഭവം. നമ്മളിപ്പോ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഒരു ഹീറോയിസം രണ്ട് രീതിയിൽ നമുക്ക് സിനിമ കാണാമല്ലോ. ഈ സിനിമ എന്നത് കണ്ടന്റിന്റെ ഒരു എന്താ പറയാ ഒരു സമൂഹത്തിന് നൽകുന്ന ഒരു മെസ്സേജ് അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു പക്ക സിനിമ കാണാൻ എന്റർടൈൻമെന്റ് ഒന്നും നോക്കാനില്ലാത്ത മുൻവിധികളില്ലാത്ത സിനിമ, ആ രണ്ടാമത്തെ കാറ്റഗറിയിൽ പെടുത്താവുന്ന സിനിമയാണ് റൈഫിൾ ക്ലബ്ബ്. ഒരു സിനിമാറ്റിക് അനുഭവം എന്ന ഒരു ട്രയംഫ് തന്നെയാണ് ഈ സിനിമ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ കണ്ടവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ താഴെ രേഖപ്പെടുത്തുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വേറിട്ട സിനിമകൾ എങ്ങനെ എടുക്കണം, കാരണം ഒരു പിന്നെ മെസ്സേജുകളിലുള്ള സിനിമകൾ അല്ലെ റൊമാൻറ്റിക് സിനിമകൾ എടുക്കുന്ന പിന്നൊരു ജോണറെ മാറ്റിപ്പിടിച്ച് ചെയ്യുമ്പോൾ അവര് വേറൊരാളുടെ അനുകരണം പോലെ തോന്നാറുണ്ട്. ഇപ്പൊ നമ്മൾ അമൽ നീരത്തുണ്ട്, അതുപോലെ ഡയറക്ഷൻ അനീഫ് അദേനി, പക്ഷെ ഇത് അതിലൊന്നും പെടുത്താത്ത രീതിയിലുള്ള വേറിട്ടൊരു ട്രീറ്റ്മെന്റിൽ ആഷിഖ് അത് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഇൻക്ലൂഡിങ് അവിടെ നമ്മുടെ ട്രേഡ് മാർക്ക് സ്ലോ മോഷൻ സീൻസിന് വരെ ഈ സിനിമയിൽ നല്ല സ്വാഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒന്നോ രണ്ടോ തവണ കാണാനുള്ള എല്ലാ സ്റ്റഫും ഈ സിനിമയ്ക്കകത്തുണ്ട്. അപ്പോ ക്രിസ്മസിൽ ഫസ്റ്റ് തന്നെ റൈഫിൾ ക്ലബ്ബ് അങ്ങ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്രിസ്മസ് വെടിവെപ്പ് തകർത്ത് പൊള്ളിച്ചുകൊണ്ട് ഈ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ബാർക്കോയ്ക്കും ബാറോസ് അതുപോലെയുള്ള എല്ലാ സിനിമകൾക്കും നല്ലൊരു കട്ടയ്ക്കുള്ള കോമ്പറ്റീഷൻ കൊടുക്കാനുള്ള സാധനമായിട്ടാണ് റൈഫിൾ ക്ലബ്ബ് വന്നിരിക്കുന്നത്. ഡു വാച്ച് ദ മൂവി ഇൻ തിയേറ്റേഴ്സ്, ഡോണ്ട് മിസ്.